എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകി രക്ഷപ്പെടാമെന്ന് അവർ വിചാരിക്കുന്നത്. അതല്ലാതെ സ്പീഡിൽ തീർക്കുക എന്നുള്ളതല്ല. ഇതിനകത്ത് പല നിലയിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ പണി പൂർത്തിയായ മെഡിക്കൽ കോളേജ് രണ്ടും തുറന്നില്ല. അവിടെ സാധനങ്ങളില്ലേ? അതാണോ കാരണം? ഈ ഒഴിഞ്ഞ മുറി അല്ലെങ്കിൽ എഴിഞ്ഞ കെട്ടിടം എന്ന് എന്തിനു പറഞ്ഞു? വലിയ തെറ്റാണത് അങ്ങനെ പറഞ്ഞത്. കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടന്നു. ആരാണ് തെറ്റിദ്ധാരണ ശ്രമം ഉണ്ടാക്കിയത്? അതൊക്കെ ഒരു ജുഡീഷ്യൽ അന്വേഷണം മാത്രമേ തെളിയത്തുള്ളൂ. സോളാർ സമയത്ത് ജുഡീഷ്യൽ ആവശ്യപ്പെട്ടവർ ഇതിനെ ഭയപ്പെടുന്നതിനാ? നിങ്ങൾ ധൈര്യപൂർവ്വം ഉമ്മൻചാണ്ടി ഇരുന്ന പോലെ കമ്മീഷന് മുന്നിൽ ഇരിക്കണം. ആരെ ഭയക്കുന്നേ? ഇരിക്കും. അന്വേഷണത്തിൽ തൃപ്തനാണോ? എങ്ങനെ തൃപ്തി വരും? ഇപ്പം ഒരു DGPക്കെതിരെ ആക്ഷേപം വന്നാൽ അദ്ദേഹം തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലെവലിലുള്ള ആളല്ലേ അദ്ദേഹത്തിനെതിരെ അന്വേഷിക്കത്തുള്ളൂ. അല്ല, താഴെയുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിച്ചാൽ എത്രത്തോളം നീതിപൂർവ്വമായിരിക്കും? അതുകൊണ്ട് വലിയ ആരോപണം വന്നിരിക്കുന്നത്. ആരോപണം അന്വേഷിക്കുന്നത് ജുഡീഷ്യൽ ഓഫീസർ തന്നെ വേണം. കളക്ടറെ മാറ്റി മറ്റൊരു അന്വേഷണം വേണം എന്നുള്ളത് കളക്ടറുടെ നിലവിൽ ഇപ്പോൾ കൊടുക്കാനിരിക്കുന്ന റിപ്പോർട്ട് അതിൽ കളക്ടർ അന്വേഷിക്കുന്നതിൽ തൃപ്തനാണോ? ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി 2.5 വർഷമായിട്ട് കൂടിയിട്ടില്ല. അത് വിളിക്കാത്ത ആരാണ് ഉത്തരവാദി? അതിന് അന്വേഷണം നടത്തുന്നതിൻ്റെ ചെയർമാനാണോ? അല്ലല്ലോ. അപ്പോൾ ഒരിക്കലും സാറ്റിസ്ഫാക്ടറി അല്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കേസെടുക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഈ അന്നത്തെ പ്രതിഷേധത്തിൽ ഇഷ്ടം പോലെ കേസെടുത്തോട്ടെ, ഒരു പ്രശ്നമില്ല. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. എന്തിൻ്റെ പേരിലാണ് കേസെടുക്കുന്നത്? എന്തിനാണ് കേസെടുക്കുന്നത്? ഞങ്ങൾ എവിടെയെങ്കിലും അക്രമം കാണിച്ചു? നിങ്ങൾ നോക്കൂ, ഇന്നലെ നടന്ന സമരം ഒരക്രമം ഉണ്ടായിട്ടില്ല. ഞങ്ങളൊരു കാര്യം ന്യായമായിട്ട് ഉന്നയിച്ചപ്പോൾ വണ്ടി ഇടിച്ച് അപായപ്പെടുത്താൻ വരെ ശ്രമം നടത്തി. മൃതദേഹത്തുള്ള അനാദരവ് കാട്ടിയെന്നാണ് മന്ത്രി VN വാസവൻ പറയുന്നത്. ആംബുലൻസ് തടഞ്ഞു. ഇത് പറയുന്ന ആൾ ജീവിച്ചിരുന്നപ്പോൾ അവരോട് അനാദരവ് കാട്ടിയ വ്യക്തിയാണ്. ജീവിച്ചിരുന്നപ്പോൾ. കാരണം അവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു കെട്ടിടം ഉപയോഗിക്കാൻ അനുവദിച്ച് അവരുടെ സകല മാനുഷികമായ അവകാശങ്ങളെ ലംഘിച്ച സർക്കാർ ജീവിച്ചിരുന്നപ്പോൾ അവരോട് കാണിച്ച ഏറ്റവും വലിയ അനാദരവാണ്. നടത്തിയിട്ട് പറയുകയാണ് ഞങ്ങൾ അനാദരവ് കാണിച്ചെന്ന്. ഞങ്ങളവിടെ ചെന്നിട്ട് മരിച്ച വ്യക്തി പിന്നെ ആരും ചെല്ലുകയില്ല. അവർക്ക് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനിയും പോരാട്ടം തുടരും, സംശയം വേണ്ട. സർക്കാർ വിചാരിക്കുന്ന 4 ദിവസത്തെ റിപ്പോർട്ട് കൊണ്ട് കെട്ടടങ്ങുമെന്നാണെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്.